Welcome back to my YouTube channel. Good morning. So it's another day. Welcome to another day of my life. ഇന്ന് ഭയങ്കര സ്പെഷ്യലാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നാണ് ഓണം. 15th ഇന്നാണ് ആയത്. അപ്പം ഇവിടെ ഇപ്പോൾ രാവിലെ ആയി. ഞങ്ങൾ തലേ ദിവസം തന്നെ ഇന്ന് സദ്യ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ എല്ലാവരും, എൻ്റെ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ എല്ലാവരും മലയാളീസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ട് സദ്യ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയൊരു ഇൻട്രോ വീഡിയോ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് എടുക്കാമെന്ന് കരുതി. നമ്മൾ ഇന്നലെ തന്നെ എല്ലാം അരിഞ്ഞു പറക്കിയെല്ലാം വെച്ചു. രാത്രി കുറേ ഡിലേ ആയി. എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യുമ്പോൾ അത് വേറെ തന്നെ ഒരു രസം കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും, നിങ്ങൾക്കും അങ്ങനെയാണോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഒരു സാമ്പാറാണെങ്കിൽ പോലും നമ്മൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബോറടിക്കും. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടോ അങ്ങനെയൊക്കെ കുക്ക് ചെയ്യുമ്പം ചിലപ്പം ഒരു പക്ഷെ നമ്മൾ ഡെയിലി പക്ഷേ എല്ലാവരും കൂടെ കുറേ പേര് ഒരുമിച്ച് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് ഈ സെയിം ഫുഡ് തന്നെ നമ്മൾ ഒരുമിച്ചുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് തന്നെ വേറെ, ആ ഒരു ഫീൽ തന്നെ വേറെ തന്നെ ആയിരിക്കും. നമുക്ക് വലിയ സ്ട്രെസ്സൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കത്തിയടിച്ച് ഇന്നലെ കുറേ എല്ലാം സ്ലൈസ് ചെയ്തൊക്കെ വെച്ചു. വെജീസ് എല്ലാം സ്ലൈസ് ചെയ്ത് വെച്ചു. പിന്നെ പുളിശ്ശേരി, ഇഞ്ചിക്കറി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇന്നലെ സെറ്റ് ചെയ്തു. ഇന്നിപ്പോൾ രാവിലെ ബാക്കിയുള്ള സദ്യക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഞങ്ങൾ ഇനിയിപ്പം സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോയി എല്ലാവരും ഒന്ന് റെഡിയായി ഓണം അറ്റയറിൽ വരാൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ അതിൻ്റെ തിരക്കിലാണ്. അകത്തവർ കൂട്ടുകറി, സാമ്പാർ, അവിയൽ, ഇങ്ങനത്തെ നമുക്ക് രാവിലെ ഉണ്ടാക്കാം, അങ്ങനത്തെ സംഭവങ്ങളുടെ എല്ലാം പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമുക്ക് കാണാം. ഇതിപ്പോൾ തലേന്നത്തെ ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ നൈറ്റ് ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. നമുക്കിവിടെ ഫ്രഷ് വെജിറ്റബിൾസൊക്കെ കിട്ടിയായിരുന്നു. ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സാധനങ്ങളൊക്കെ കിട്ടാൻ. ബട്ട് സ്റ്റിൽ എന്തോ ഭാഗ്യത്തിന് നമുക്കെല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടി. വാഴയിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടൊക്കെയാണ് കിട്ടിയത്. നമ്മൾ ചെന്ന് ചോദിച്ച സമയത്ത് സ്റ്റോക്ക് ഔട്ടായി എന്ന് പറഞ്ഞിരുന്നു. പിന്നെ മത്തങ്ങയാണ് കേട്ടോ ഇത് മത്തങ്ങ ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. നമുക്ക് നോർമൽ പംകിനായിട്ടും കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ നമുക്കിപ്പം ചെറിയ കഷ്ണമൊക്കെ മതിയെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെ ഇവിടെ ക്യാബേജ് തോരനുള്ള അരിയൽ, ബാക്കിയുള്ള സദ്യക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിയൊക്കെ സദ്യ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അവിയൽ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ തോരനുള്ളത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അടുത്ത സൈഡിൽ അവിയലിന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ അടുപ്പത്ത് കൂട്ടുകറിക്കുള്ള കടല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഫോഴ്സിലും കഴിച്ചോ, ഇച്ചിരി ഫോഴ്സ് കൂട്ടി ഒഴിക്കാം. അല്ല, പുറത്ത് പോകത്തില്ല, കഷ്ണങ്ങൾ ഇറക്കുന്നുണ്ട്. ഫോഴ്സ് ഒഴിക്കുമ്പോഴേ അല്ലെങ്കിൽ എന്ത് മെനക്കരുത്. അടിപൊളി. എന്തായാലും പുളിശ്ശേരിയുടെ കളറ്, എന്താ മണം. പുളിശ്ശേരിക്ക് മണം ഉണ്ടെന്ന് പറയും ഇവള് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാ കേട്ടോ, ജസ്നയല്ല, പുളിശ്ശേരിക്ക് മണം ഉണ്ടെന്ന് പറയാൻ അങ്കിത പറഞ്ഞു. എന്നെ നൈസായിട്ട് ട്രോളുന്നതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അത് പോട്ടെ, സാരമില്ല. ക്യാബേജ് തോരനുള്ളത് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും ഓരോരോ പണികളാണ് കേട്ടോ. നല്ല തിരക്കായിരുന്നു. അവസാനം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഓടി എത്തുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാം ടൈമിൽ സെറ്റായിട്ട് വന്നു. അതിൻ്റെ ഇടയ്ക്ക് മലയാളം സിനിമയൊക്കെ നമ്മളിങ്ങനെ മാറ്റി തിരിച്ചുമൊക്കെ സിനിമയിട്ട് പഴയ മൂവീസ്, കുറേ പാട്ടുകളൊക്കെ ഇട്ടാണ് നമ്മളിത് പരിപാടിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊന്ന് വൈബായിരിക്കും. ഇത് ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാനുള്ള അരപ്പ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ തേങ്ങ, അതിൻ്റെ അരപ്പ്, പച്ചടി, കിച്ചടി, ഇതിൻ്റെ എല്ലാം അരപ്പിനുള്ളത്. പിന്നെ ഇത് കൂട്ടുകറിക്ക് എരിശ്ശേരിക്കുള്ള തേങ്ങ വറുത്തത്. എന്തായി തീരുവെന്തോ. അടുത്ത ഐറ്റം മെയിൻ, നമ്മുടെ സദ്യയിലെ പ്രധാനി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. പായസം ഇല്ലാതെ എന്ത് സദ്യ. സേമിയ പായസം ഇസ് ഓൺ ദ വേ.
അപ്പോൾ അതിൻ്റെ അവസാനഘട്ട പണികളിലാണ്. ഓൾമോസ്റ്റ് സെറ്റായി. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർ ഓരോ ടാസ്കുകൾ ഇങ്ങനെ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ പാത്രം കഴുകൽ ഗോയിങ് ഓൺ. ഇതെന്താ അടപ്രഥമൻ അപ്പുറത്ത് സെറ്റാവുന്നു. ഇപ്പുറത്ത് സാമ്പാറിൻ്റെ ഫൈനൽ പണികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കടുക് വറുക്കുന്നത്, ഇത് അടപ്രഥമൻ, പിന്നെ സാമ്പാറും ബാക്കി എല്ലാം സെറ്റായി. പിന്നെ അടപ്രഥമൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫൈനലായിട്ട് അതാണ് കുറുക്കിയെടുക്കാനായിട്ട്. അതാണ് കുറച്ച് ടൈം എടുത്തത് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് സദ്യയൊക്കെ സെറ്റാക്കി കേട്ടോ. ഞാനീ ഓടുന്നത് റെഡി ആവാനാണ്. നമ്മൾ പോയി ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി. ആക്ച്വലി എനിക്ക് ഇവിടെ സാരി എന്ന് പറഞ്ഞ സംഭവം ഞാൻ സെക്കൻഡ് ട്രിപ്പിൽ കൊണ്ടുവരായിരുന്നതാണ്. പക്ഷേ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല സാരി. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു ടോപ്പ് പോലെ ജസ്റ്റ് കേരള ഡ്രസ്സെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും സാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ഞങ്ങൾ റെഡി ആവട്ടെ കേട്ടോ. ഓരോരുത്തരായിട്ട് ടേൺ വെച്ച് റെഡിയായി. ഇനി എല്ലാം താഴെ ഒന്ന് അറേഞ്ച് ചെയ്യണം. എല്ലാം കഴിഞ്ഞു, ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് പപ്പടം കാച്ചണം, മുളക് ചേർക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരായിട്ട് ടേൺ എടുത്ത് റെഡിയാവാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്രഷായി സദ്യക്ക് കാണാം. ഇവിടെ ഇപ്പോൾ രണ്ടാളും കൂടി പപ്പടം സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തണുത്ത് പോകാതിരിക്കാനായിട്ടൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫൈനൽ സദ്യ എല്ലാം ഓൾമോസ്റ്റ് സെറ്റായി. എല്ലാം ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്യാൻ പാകത്തിന് കൊണ്ടുവച്ചാൽ മതി. ഓൾമോസ്റ്റ് എല്ലാം സദ്യയിൽ ഇൻക്ലൂഡ് ആവുന്ന എല്ലാ ഐറ്റംസും ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. സേമിയ പായസം, ക്യാബേജ് തോരനുണ്ട്, പിന്നെ അതുപോലെ തന്നെ കായ വറുത്തതുണ്ട്, അവിയലുണ്ട്, സാമ്പാറുണ്ട്, പുളിശ്ശേരിയുണ്ട്, രസമുണ്ട്, പിന്നെ കിച്ചടി, പച്ചടി, പഴം, ഇതെന്താണ്, ഉപ്പേരി, ശർക്കര വരട്ടി, പുളിശ്ശേരി. ഓൾമോസ്റ്റ് എല്ലാം കവറായിട്ടുണ്ട്. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസ് അല്ലല്ലോ, സോറി, എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹലോ, അങ്ങനെ റെഡിയായി കേട്ടോ. റെഡിയായി ഞാൻ താഴോട്ട് പോവുകയാണ്. എല്ലാവരും അവരവർ റൂമിൽ കയറി റെഡിയാകാൻ വേണ്ടിയിട്ട്. എനിക്ക് പിന്നെ സാരി ഉടുക്കുന്ന കലാപരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സംഭവം പെട്ടെന്ന് സെറ്റായി. ഒരു 5-10 മിനിറ്റിൻ്റെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം ഒന്ന് സെറ്റാക്കി. ഇനിയിപ്പോൾ എല്ലാവരും വന്നിട്ട് സദ്യക്കിരിക്കണം. അപ്പോൾ കാണാം. സെൽഫി ഫോട്ടോസ് ഇല്ലാതെ എന്ത് സെലിബ്രേഷൻ അല്ലേ. നമുക്ക് എന്ത് ഇവൻ്റ് എടുത്താലും നമുക്ക് സെൽഫീസും ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് നമ്മുടെ മെയിൻ മെമ്മറീസ് ടു ചെറിഷ്. ഇതൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് നാളെ ഒരു കാലത്ത് എടുത്തു നോക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലൈഫ് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ പറ്റുക അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇവർ ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇടയ്ക്ക് കിട്ടിയ കുറച്ച് ക്ലിപ്പിങ്സാണിത്. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു, ഒരുപാട് ഞങ്ങൾ എൻജോയ് ചെയ്തു. എന്താ പറയുക, അതിൻ്റെ ഇടയ്ക്ക് ഇത് ഞാൻ മറ്റേ സദ്യയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചപ്പം ഇടയ്ക്ക് സംഭവിച്ചൊരു പ്രതിഭാസമായിരുന്നു. ഇത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാൻ കണ്ടത്. ഹാപ്പി ആണോ? എത്ര വർഷമായി? എത്ര വർഷം എന്ന് പറ. ഇന്ന് ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അതും കൂടെ സെലിബ്രേറ്റ് ചെയ്തു. അവർക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ കട്ട് ചെയ്തത്.
അവർ ആക്ച്വലി ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. അപ്പം നമ്മളൊരു കുഞ്ഞ് സെലിബ്രേഷൻ ഈ ഓണസദ്യയുടെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കൂടെ പ്ലാൻ ചെയ്തു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇതെന്താണെന്നറിയോ, അവർ ഓൾറെഡി ഒരു കേക്ക് അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഡെഫ്നിയും പീറ്ററും കൂടെ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം 2 കേക്കും കൂടെ മുറിച്ചാണ് ആനിവേഴ്സറി ആഘോഷിച്ചത്. അപ്പോൾ 2ാമത്തെ കേക്കും കൂടെ കട്ട് ചെയ്യുന്നതിൻ്റെ സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഇതാ സദ്യയൊക്കെ വിളമ്പാനുള്ള പരിപാടികളായി കേട്ടോ. ഞങ്ങൾ പതുക്കെ സാധനങ്ങളൊക്കെ എടുത്തു, വിളമ്പി തുടങ്ങി. വിളമ്പാനായിട്ട് ജസ്റ്റ് ഇവരെല്ലാവരും പറഞ്ഞു, ലൈക്ക് നമ്മളെല്ലാവരും അവസാനം ഫൈനലി ഒരു ഡിസിഷനിലെത്തി. ഇവർ വിളമ്പാം, നമ്മളോട് 3 പേരോടും ഇരിക്കാൻ പറഞ്ഞു, 4 പേരോട് ഇരിക്കാൻ പറഞ്ഞു. ഇവരാദ്യം നമുക്ക് വിളമ്പിയിട്ട്, ഇവരെല്ലാവർക്കും വിളമ്പിയിട്ട് ഒരുമിച്ച് നമുക്കിരിക്കാം, അങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പം ഞങ്ങളിതാ സദ്യയൊക്കെ വിളമ്പുന്ന തിരക്കിലാണ്. അങ്ങനെ ഇന്നത്തെ ഓണസദ്യ, ഇന്നത്തെ അല്ല, ഈ വർഷത്തെ ഓണസദ്യ എല്ലാം ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ഓണം അറിയില്ല എവിടെയായിരിക്കും എന്ന്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഹാപ്പിയായി. കാരണം എല്ലാവരും നന്നായിട്ട്, നമ്മളെല്ലാവരും എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ നമുക്ക് സദ്യ പ്രിപ്പയർ ചെയ്യാൻ പറ്റി. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഡിഷസ് ആയിരുന്നു എല്ലാം തന്നെ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ലൈക്ക് ഒരു ഹോംലി ഫുഡ്, ഒരു സദ്യ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഓരോ റെസിപ്പീസും, പിന്നെ അതുപോലെ തന്നെ ഓരോ നാട്ടിൽ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, ഡിഫറെൻ്റ് ആണല്ലോ കുക്കിങ്ങൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞു. പിന്നെ ഓരോ കസ്റ്റംസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഇലയുടെ ഡയറക്ഷൻ, അതുപോലെ തന്നെ സദ്യ വിളമ്പുന്ന സ്റ്റൈൽ, അങ്ങനെ കുറേ ഡിഫറൻസ് ഉണ്ടല്ലോ. അതൊക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്തു. പിന്നെ കുറേ കളിയും തമാശയും ചിരിയും അങ്ങനെ കുറേ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. ഹാപ്പി എൻഡിങ് ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പീറ്റർ ആൻഡ് ഡെഫ്നി, ഞങ്ങളുടെ ഹൗസ് മേറ്റ്സ് ആണ്, അവരുടെ കേക്ക് കട്ടിങ് വീഡിയോയും കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പോൾ അതും കൂടെ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു നല്ല വ്ലോഗുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ടാറ്റാ.